വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റങ്ങൾക്കെതിരെ കർശന നടപടിക്ക് കോടതിയുടെ നിർദ്ദേശം. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ, അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. വാഹനങ്ങളിലെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും വി.ഡി. സതീശൻ നടത്തിയ വാഗ്ദാനങ്ങളാണ് കേട്ടത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ച ഈ പ്രഖ്യാപനത്തെ തള്ളുകയാണ് ഹൈക്കോടതി. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റത്തിൽ കർശന നടപടിക്ക് കോടതി നിർദ്ദേശം നൽകി. അടൂരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടിയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസാണ് കോടതി പരിഗണിച്ചത്. അനധികൃത മോഡിഫിക്കേഷൻ വരുത്തിയ വാഹനത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥരെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് കോടതി. ഥാർ ജീപ്പിൻ്റെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കോടതി പരിശോധിച്ചു. ഥാർ ജീപ്പിൽ 6 അധിക ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നതായി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രസ്തുത വാഹനത്തിന് ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. 6 അനധികൃത ലൈറ്റുകൾക്കായി ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയതിലാണ് കോടതിക്ക് അസന്തുഷ്ടി. നിയമലംഘനം നടത്തിയ ഓരോ അനധികൃത ലൈറ്റിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. പ്രളയരക്ഷാപ്രവർത്തനത്തിനെത്തിയ വാഹനത്തിന് പിഴ ഇട്ടതിനാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകിയതെങ്കിൽ പിഴ പോരാ എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രളയത്തിൻ്റെ പേരിൽ നിയമവിരുദ്ധ വാഹനങ്ങൾക്ക് അനുമതി നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അനധികൃത ലൈറ്റുകളും വീതി കൂടിയ ടയറുകളും മാറ്റം വരുത്തിയ എക്സോസ്റ്റ് കുഴലുകളുമായി ചില യൂട്യൂബ് ബ്ലോഗർമാർ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് അനുവദിക്കാനാവില്ല. അനധികൃത ഫിറ്റിങ്ങുകളുള്ള വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും കോടതി വിമർശിച്ചു. യുവ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനം മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന കാര്യം അറിയാതെയായിരുന്നു അഭിഭാഷകൻ കൂടിയായ വി.ഡി. സതീശൻ്റെ വാഗ്ദാനം എന്നാണ് ഇനി അറിയേണ്ടത്. അതോ അറിഞ്ഞിട്ടും 4 വോട്ടിനു വേണ്ടി വ്യാജ വാഗ്ദാനം നൽകുകയായിരുന്നു? കൈരളി ന്യൂസ്, കൊച്ചി.